നമ്മുടെ KT ജലീൽ MLA ഏത് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ആളാണ്? ഏത് LDF പിന്തുണയോടെ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. CPM ഒക്കെ വലിയ പിന്തുണയുണ്ടെന്നാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ അടുത്ത നാളത്തെ ചില പ്രസ്താവനകളൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹം ഇപ്പോഴും ഒരു സിമി പ്രവർത്തകൻ, സിമി നേതാവായിട്ട് തോന്നുന്ന ഒരു ഫീല് സിനിജിക്ക് തോന്നിയിട്ടുണ്ടോ? അത് പ്രീത പറഞ്ഞത് തന്നെ എനിക്കും തോന്നിയിട്ടുണ്ട്. ഈ ഭരണഘടനയുള്ള ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് തിരുത്താനായിട്ട്, അല്ല തെറ്റ് ചെയ്തതിനെ ശിക്ഷിക്കാനായിട്ട് മതനിയമങ്ങൾ വേണം, അല്ലെ മത നേതൃത്വം പുറപ്പെടുവിക്കുന്ന ഫത്വ വേണമെന്നൊക്കെ KT ജലീൽ പറയുന്നു. സത്യത്തിൽ ഇത് സിമി എന്ന് പറയുന്ന സംഘടനയുടെ ഒരു നിലപാട് നയങ്ങളാണെന്ന് പറയാം അല്ലെ. സിമി എന്ന് പറയാൻ അറിയാലോ, നമുക്ക് 4 നൂറ്റാണ്ടായി അത് നിരോധിച്ചിട്ട് അല്ലെ. സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, അത് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു. അതിൻ്റെ സംസ്ഥാന നേതാവായിരുന്നു ഈ പറയുന്ന KT ജലീൽ. അപ്പോൾ KT ജലീലിൻ്റെ വാക്കുകളിലൊക്കെ ഈ സിമിയുടെ ഒരു പ്രതിഫലനം അല്ലെ. അപ്പോൾ സിമി നിരോധിച്ചു എന്ന് പറയുമെങ്കിലും ഈ ഉള്ളിൽ നിരോധിച്ചിട്ടില്ല, ഉള്ളിൽ സിമി ഉണ്ട് എന്ന് നമ്മൾ പറയും അല്ലേ. ആ രീതിയിലാണ് KT ജലീലിൻ്റെ ചില പ്രസ്താവന. എന്തുവെന്ന് വെച്ചാൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായി. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്ന ആരാ? PV അൻവർ. അന്ന് PV അൻവറിൻ്റെ കൂടെ നിന്ന ആളാണ് ഈ KT ജലീൽ. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് കളം മാറി. ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ട്, CPM അനുകൂലമായിട്ടൊക്കെ. അതെ, ഇപ്പൊ ഒരു മത നേതാവ് അല്ലെങ്കിൽ മതപ്രഭാഷണം നടത്തുന്ന ഒരാള്, ആ ആൾക്ക് പറയാം. അതെ. പക്ഷെ KT ജലീൽ ആരാ? ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ച് നിൽക്കുന്ന ഒരു നിയമസഭാ സാമാജികനാണ്. അദ്ദേഹം ഒരിക്കലും നിയമത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വർണ്ണക്കടത്തുന്നവർക്ക് ഒരു ഫത്വ പുറപ്പെടുവിക്കണം എന്ന് ആവശ്യപ്പെടാൻ ഒരു സാമാന്യ ബോധമില്ലേ? ഒരു ഭരണഘടനയെ അംഗീകരിക്കുന്ന ജനപ്രതിനിധിയാണ് പറയുന്നത് ഭരണഘടനയ്ക്ക് മുകളിൽ മത നേതാക്കളുടെ ഫത്വ വേണം, അല്ലെ മത നേതാക്കൾ പറയുന്ന അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നൊക്കെ. അത് രാജ്യത്തെ നിയമത്തിനോടും ഭരണഘടനയോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് തന്നെയല്ലേ അതിനെ കണക്കാക്കേണ്ടത്? അങ്ങനെ വെല്ലുവിളി മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഈ നിയമസഭാ സാമാജികൻ എന്ന സ്ഥാനം തന്നെ നഷ്ടപ്പെടുത്താൻ കഴിയുന്ന ഒരു ആരോപണമാണ്. അതിനെതിരെ ആരും എന്താ ശക്തമായി പ്രതികരിക്കാത്തതും? നടപടി വേണമെന്ന രീതിയിൽ എന്തുകൊണ്ടാണ് ആരും പ്രതികരിക്കാത്തത്? ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സമൂഹ മാധ്യമങ്ങളാണ് ഇത് ഏറ്റെടുക്കുന്നത്. ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ വന്നുകൂടാഴിയില്ല. കാരണം ഈ ജലീലിൻ്റെ വാക്കുകൾ ഏറെ ഗൗരവത്തോടു കൂടി കാണണം. കാരണം എന്താ പറയുക, ഈ സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെട്ട മുസ്ലിം സംഘടനയിൽപ്പെട്ട ആളുകൾ, മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ്, മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും അധികം സ്വർണ്ണക്കടത്ത് നടത്തുന്നത്. മലപ്പുറം ജില്ലയിൽ സ്വർണ്ണക്കടത്തിൽ പിടികൂടുന്നവരിലേറെയും മുസ്ലിം നാമധാരികളാണ്. കണക്കുകൾ വെച്ചല്ലേ പറഞ്ഞത്? ഊഹമല്ല പറഞ്ഞത്. അല്ല, കൃത്യമായി പോലീസ് നൽകുന്ന കണക്കുകൾ വെച്ചല്ലേ. പല കാര്യങ്ങളിലും നമുക്ക് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം അക്കങ്ങൾ നിരത്തിയാണ്, കണക്കുകളുടെ ബലത്തിലാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അപ്പോൾ മുഖ്യമന്ത്രി ഒറ്റപ്പെട്ടു. മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണം രൂക്ഷമായി. ഈ ജമാഅത്ത് ഇസ്ലാമി, അതുപോലെ തന്നെ AP കാന്തപുരം വിഭാഗം, മുസ്ലിം ലീഗ്, ഇവരെല്ലാം ശക്തമായ ആക്രമണം അഴിച്ചുവിടുന്നു. അപ്പോഴാണ് KT ജലീൽ രംഗപ്രവേശം ചെയ്തത്. അപ്പോൾ KT ജലീൽ പറയുന്നത് എന്താണ്? മുസ്ലിം മതവിഭാഗത്തിലുള്ളവർക്കറിയില്ല സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത് അവരുടെ മത നിയമങ്ങൾക്ക് തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പം മത നിയമങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണെന്നാണോ ഇത്രയും കാലം? മതം അംഗീകരിക്കുമെങ്കിൽ കുഴപ്പമില്ല. മതം അംഗീകരിക്കുമെങ്കിൽ എവിടെ വേണമെങ്കിലും സ്വർണം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് വരാമെന്നാണ് ഈ ജലീൽ പറയുന്നതിന്റെ അർത്ഥം. അവിടെയാണ് ഏകീകൃത സിവിൽ കോഡിന്റെ പ്രാധാന്യമുള്ളത്. അതെ. ഇപ്പോ ഏക പത്നി ഏക ഭർത്തൃ ആ ഒരു ബന്ധമാണല്ലോ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നത്. അതെ. പക്ഷെ അവരുടെ മത നിയമത്തിൽ അത് അല്ലല്ലോ. അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ മുത്തലാഖ് പോലും ഒഴിവാക്കി നിയമം നമ്മുടെ രാജ്യം നടപ്പാക്കിയത്. ഇവിടെ ഇപ്പം KT ജലീൽ പറയുന്ന ഉദ്ദേശം അനുസരിച്ച് മത നേതാക്കൾ ഒരു ഫത്വ പുറപ്പെടുവിക്കണം. അതായത് ഈ സ്വർണ്ണക്കടത്ത് പോലെയുള്ള കേസുകൾ, ഹവാല പണമിടപാട്, ഇതൊക്കെ നമ്മുടെ മതത്തിന് എതിരാണ് എന്നുള്ള ഫത്വ പുറപ്പെടുവിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതിനകത്ത് ഒരു വാളിൻ്റെ 2 അറ്റവും മൂർച്ചയുള്ളതാണെന്ന് പറയാം. ഇത് പറയുന്നതിലൂടെ ഈ മത നേതൃത്വം അല്ലെങ്കിൽ ഫത്വ എന്നുള്ളത് നമ്മുടെ ഭരണഘടനയ്ക്ക് മുകളിലാണ്, മത നിയമങ്ങൾ എന്ന് വരുത്തി തീർക്കാൻ സിമി നേതാവ്, മുൻ നേതാവ് കൂടിയായ ജലീൽ ശ്രമിക്കുന്നു. ഫത്വ വന്നാലേ ഞങ്ങൾ അനുസരിക്കൂ എന്നുള്ള ഒരു ഉറക്കെ ഒരു പ്രഖ്യാപനമാണ് KT ജലീൽ ഇതിലൂടെ നടത്തിയിട്ടുള്ളത്. നിയമം ബാധകമല്ല. അതെ, നിയമം ബാധകമല്ല. ഇപ്പുറത്ത് വേറൊരു മൂർച്ചയുള്ള വാളിന്റെ ഭാഗമുണ്ട്. എന്താണെന്നറിയോ? ഇതിനകത്ത് മത നേതാക്കൾ ഫത്വ പുറപ്പെടുവിക്കണമെന്ന് പറയുമ്പോൾ മലപ്പുറത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ പ്രധാന ആത്മീയ നേതാക്കളിൽ ഒരാളാണ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ. പക്ഷേ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുകയാണ്, ഇനി മുസ്ലിങ്ങളൊന്നും ഈ സ്വർണ്ണക്കടത്തിൽ പങ്കെടുക്കരുത്, അതുപോലെ തന്നെ ഹവാല പണമിടപാട് നടത്തരുത്, അത് നമ്മുടെ സമുദായത്തിനെതിരാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഇത്രയും കാലം ഈ കള്ളക്കടത്ത് നടത്തി എന്നുള്ള പരസ്യമായ സമ്മതമല്ലേ? അപ്പം ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ് ശരിയായല്ലോ. അപ്പൊ സിമിയുടെ നയം അവിടെ ശരിയാക്കി ഇപ്പുറത്ത് പിണറായി വിജയന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു. KT ജലീലിന്റെ ബുദ്ധി അത്ര ചെറുതായിട്ട് കാണാൻ പറ്റുമോ?
ഇല്ല ഒരിക്കലും ഇല്ല. കാരണം തുടക്കത്തിൽ PV അൻവറിന്റെ ഒപ്പം നിൽക്കുകയും ഒന്നിരട്ടി വെളുത്തപ്പോൾ സ്റ്റാൻഡ് മാറി. അപ്പൊ തന്നെ ഈ പൊതുവെ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു KT ജലീൽ മണ്ടനല്ല എന്നുള്ളത്. ഇവിടെ ഇപ്പൊ എന്താ ചെയ്തത്, മുസ്ലിം ലീഗിനെതിരെ കടുത്ത വിമർശനമായിട്ട് ജലീൽ രംഗത്ത് വരുന്നു. എന്നിട്ട് പറയും മുസ്ലിം ലീഗ് ശരിയല്ല, മുസ്ലിം ലീഗിന്റെ നിലപാട് ശരിയല്ല, അതുകൊണ്ട് അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്ന് പറയുന്നു. എന്നിട്ട് ജമാഅത്ത് ഇസ്ലാമിയെ കടന്നാക്രമിക്കുന്നു. ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണം ഉണ്ടായി. കോഴിക്കോട്ട് പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഭരണത്തിലേക്ക് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി വന്നു. അത് ജലീലിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യമായിരുന്നു സിമി മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണ് 2001 അന്നത്തെ സർക്കാർ ഈ സിമിയെ എന്ന ജിഹാദി സംഘടനയെ നിരോധിച്ചത്. അപ്പോൾ അന്ന് മുതലേ ഇവരുടെ ആശയം എന്ന് പറയുന്നത് ഇസ്ലാം മതം വേണം, അല്ലെ മത നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കണമെന്നാണ്. ഇപ്പോൾ വീണ്ടും ഈ ജമാഅത്ത് ഇസ്ലാമി നിലപാടെടുക്കുന്നു, അത് തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ ഈ നിലപാട് അവർക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവരുടെ മത നിലപാടിൽ നിന്ന്, മതസംഘടന എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് ജമാഅത്ത് ഇസ്ലാമി വേർതിരിയുന്നു, അല്ലെങ്കിൽ വ്യതിചലിക്കുന്നു. ഇത് KT ജലീലിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ ശക്തമായിട്ട് KT ജലീൽ ജമാഅത്ത് ഇസ്ലാമിയെ ആക്രമിക്കുകയാണ്. മാത്രമല്ല ഇത്രയും കാലം AP കാന്തപുരം വിഭാഗമുണ്ട്, അവർ ഈ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുകയാണ്. പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വേദി പങ്കിടുന്നത് AP കാന്തപുരം അബൂബക്കർ മുസ്ലിയാറാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഘടനയിൽ, അല്ലെ അദ്ദേഹം നയിക്കുന്ന AP വിഭാഗത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനയുണ്ട്, SSF, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. അവർക്കൊരു മാഗസിനുണ്ട്, റിസാല. ഈ മാഗസിനിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM-നെയും പൂർണ്ണമായി വിമർശിച്ചുകൊണ്ട് ലേഖനം വരികയാണ്. CPM-ന്റെ അവസാന ബസ്സാണ് എന്ന് പറഞ്ഞാൽ ഇനി ഈ CPM-ന് വേറെ ചാൻസ് ഇല്ല, വേറെ അവസരമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. മാത്രമല്ല മലപ്പുറം ജില്ലയെ മത തീവ്രവാദികളുടെ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുകാരുടെ കേന്ദ്രമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. അപ്പോൾ ഈ മത തീവ്രവാദം നടത്താൻ വേണ്ടിയിട്ട്, അതായത് സ്വർണ്ണക്കടത്തും ഹവാലക്കടത്തും ഒക്കെ നടത്തുന്ന കിട്ടുന്ന ലാഭമുണ്ടല്ലോ, ഈ ലാഭം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെയാണ് ഈ റിസാല നിലപാടെടുത്തത്. അപ്പോൾ ഇത്രയും നാൾ ഈ ജമാഅത്ത് ഇസ്ലാമി ഒരു നിലപാടെടുത്തിരുന്നു, ഈ AP കാന്തപുരം വിഭാഗം ഒരു നിലപാടെടുത്തിരുന്നു, ലീഗ് നിലപാട്, ഇവരെല്ലാം കൂടി അങ്ങ് ഒന്നിക്കുകയാണ്. അപ്പോൾ ഇതും ജലീൽ മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ PV അൻവർ പറഞ്ഞിരുന്നു, ഈ സ്വർണ്ണക്കടത്തിലൂടെ പോലീസ് ഈ മലപ്പുറം ജില്ലയെ ലോകത്തിൻ്റെ മുന്നിൽ, ഇന്ത്യയിലെ BJP സർക്കാരിന് മുന്നിൽ താറടിക്കാൻ ശ്രമിക്കുകയാണ്. സത്യത്തിൽ പ്രീത പറഞ്ഞതുപോലെ പിണറായി വിജയൻ രേഖകളുടെ അടിസ്ഥാനത്തിൽ, ഡോക്യുമെൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ KT ജലീലിനെ പരിചയമാക്കി വെക്കാനായിട്ട് CPM തീരുമാനിച്ചു. ഇടയ്ക്ക് ഈ CPM-ന് വലിയ ശക്തനായിരുന്നു ഈ തവനൂർ MLA ആയ KT ജലീൽ. നമുക്കറിയാലോ, സിമിയുടെ സംസ്ഥാന നേതാവായിരുന്ന ഈ KT ജലീൽ സിമി എന്ന് പറയുന്ന സംഘടനയെ നിരോധിച്ചപ്പോഴാണ് മറ്റ് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് നുഴഞ്ഞു കയറുന്നത്. അപ്പോൾ സിമിയെ നിരോധിച്ചത് ഈ പറയുന്ന BJP സർക്കാരൊന്നുമല്ലോ, അന്ന് ഭരണത്തിലുണ്ടായിരുന്ന കേന്ദ്ര സർക്കാർ, കോൺഗ്രസിനൂടെ സാധ്യതയുള്ള ഒരു സർക്കാരാണ് ഇവരെ നിരോധിക്കുന്നത്. നിരോധിച്ചു എന്ന് പറഞ്ഞാൽ സംഘടന നിരോധിച്ചു. അതെ. പക്ഷേ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നവർ അതേ ആശയം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട് ഇവിടെ. അത് പൂർണ്ണമായിട്ട് സത്യമല്ലേ? നമുക്കറിയാലോ, ഈ SDP പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെയൊക്കെ പിടിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു. പക്ഷെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ അണികളെവിടെ? അണ്ണാൻ മൂത്താല് മരംകയറ്റം മറക്കുമോ എന്നതുപോലെ ആ മരംകയറ്റം അവർ എവിടെ ചെന്നാലും അത് തന്നെ ആയിരിക്കും ഉള്ളിലുണ്ടാവുക. അപ്പൊ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ അണികൾ ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കയറി പറ്റിയത് CPM-ലാണെന്നാണ് പറയപ്പെടുന്നത്. രേഖകളൊന്നും നമ്മുടെ കയ്യിലില്ല, എങ്കിലും ആളുകൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതുകൊണ്ടാണ് CPM-ന് ന്യൂനപക്ഷ പ്രണയമൊക്കെ കൂടുതലുണ്ടായത്. അല്ല, വേറൊരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പൊ ഇവർ ഈ പരസ്യമായി ഈ CPM-നെതിരെ ഇങ്ങനെ പറയുന്നതിൽ കൂടെ അവർ വ്യക്തമാക്കുന്നത്, ഞങ്ങൾ ചെയ്യുന്നതെല്ലാം കണ്ണടച്ചിരിക്കുക, അതിനെ എതിർക്കാൻ വന്നാൽ ഞങ്ങളുടെ സപ്പോർട്ട് ആരായാലും, അത് CPM-നല്ല കോൺഗ്രസിനും LDF-നും UDF-നും ഉള്ള ഒരു താക്കീതായിട്ട് കണക്കാക്കി ഞങ്ങളെ എതിർക്കാൻ വന്നാൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിലേക്ക് എന്തെടുത്തു? ജമാഅത്ത് ഇസ്ലാമി ഒന്നിച്ചു, ലീഗ് ഒന്നിച്ചു, അതുപോലെ തന്നെ മറ്റ് സംഘടനകൾ, ഇപ്പോൾ കാന്തപുരം AP വിഭാഗം അവരൊന്നിക്കുന്നു. ഇവരെല്ലാം ഈ മലപ്പുറത്തിന് വേണ്ടി നിലകൊള്ളുന്നു. അപ്പം അവിടുത്തെ ഒരു സമുദായത്തെ മാത്രം കുറ്റം പറയുന്നു. അപ്പോൾ KT ജലീൽ വീണ്ടും പറയുന്നതും, ഒരു സമുദായത്തിൽ അംഗങ്ങൾ കുറ്റം ചെയ്താൽ ആ കുറ്റം ഇന്നതാണെന്ന് അവനെ ബോധ്യപ്പെടുത്തണം, അത് തെറ്റ് തിരുത്തണം, വേണമെങ്കിൽ ശിക്ഷയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ആര്? മുസ്ലിം മതത്തിലുള്ളവനാണെങ്കിൽ ഇസ്ലാം മത വിശ്വാസികളുടെ നേതൃത്വത്തിലുള്ള ഈ ഖാസിമാർ എന്ന് പറയും, ഈ മത നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, അവർ വേണം ഇവരെ ഉപദേശിക്കാൻ. ക്രിസ്ത്യാനികളാണെന്ന് ചെയ്യുന്നെങ്കിൽ അവിടുത്തെ പുരോഹിതർ വേണം ചെയ്യാൻ. ഇനി ഹിന്ദുക്കളാണ് ചെയ്യുന്നെങ്കിൽ ഹിന്ദുക്കളുടെ ആചാര്യന്മാർ വേണം ചെയ്യാൻ, അല്ലാതെ മറ്റുള്ളവരാരും ഇടപെടണ്ട എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങൾ, ഭരണഘടന അനുസരിച്ചുള്ള നിയമങ്ങളൊന്നും വേണ്ട. അപ്പം നമുക്ക് ഭാരതീയ ശിക്ഷാ സംവിധാനം അനുസരിച്ച് തെറ്റ് ചെയ്യുന്നവരെ കണ്ടെത്താം, അവർക്കെതിരെ പോലീസ് അന്വേഷണം നടത്തും, അവരെ കോടതിയിൽ ഹാജരാക്കും, വിചാരണ നടത്തും, തെറ്റുകാരാണെങ്കിൽ ഇവരെ ശിക്ഷിക്കും. ഇത് പാടില്ല എന്നാണ് KT ജലീൽ പറയുന്നത്. കാരണം എന്താ? മത നിയമങ്ങൾ മതി, മതാചാര്യന്മാർ ഇവരെ നിയന്ത്രിക്കും.
അപ്പോൾ ഒരു ഫത്വ പുറപ്പെടുവിക്കേണ്ട മത നേതാക്കൾ ഉയർന്നു വരണം, അവർ ആ നിലപാട് സ്വീകരിക്കണമെന്ന് KT ജലീൽ പറയുന്നു. അപ്പോൾ ഇവിടെ CPM ഒരു ലക്ഷ്യം കാണുന്നുണ്ട്. CPM പതുക്കെ KT ജലീലിനെ അടുത്തേക്ക് പിടിച്ചു നിർത്തുന്നു. എന്നിട്ട് ദേശാഭിമാനിയിൽ ഒരു ലേഖനം എഴുതിക്കുന്നു. അതിനകത്ത് പറയുന്നു ഈ മുസ്ലിം ലീഗ് മോശമാണ്, മലപ്പുറത്തെക്കുറിച്ച് പറയുന്ന ജമാഅത്ത് ഇസ്ലാമി മോശമാണ്, ഈ ഫത്വ പുറപ്പെടുവിക്കണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹി ആയിരുന്നു ഒരു കാലത്ത് ഈ ജലീൽ. പിന്നീട് മുസ്ലിം ലീഗിലേക്ക് വരുന്നു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹി ആകുന്നു. കുഞ്ഞാലിക്കുട്ടിയുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. കുഞ്ഞാലിക്കുട്ടിയുമായി ഇലക്ഷൻ മത്സരിച്ച് അദ്ദേഹത്തെ തോൽപ്പിക്കുന്നു. അങ്ങനെ KT ജലീൽ വലിയൊരു താരമായി മാറി. അങ്ങനെയാണ് KT ജലീലിനെ CPM സംരക്ഷിച്ചുകൊണ്ട് വരുന്നത്. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത്, അതായത് 2016 ഇലക്ഷനിൽ മത്സരിച്ച് വിജയിച്ച KT ജലീലിന് ഒരു മന്ത്രിസ്ഥാനമൊക്കെ ഇടതുപക്ഷം കൊടുത്തു. അതോടുകൂടി KT ജലീൽ പിണറായിയുടെ ഒരു വിശ്വസ്തനായി. നമുക്കറിയാമല്ലോ, ഈ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയ്ക്കായി പോയൊരു കാലഘട്ടമുണ്ട്. അന്നാണ് ഈ ഡിജിറ്റൽ ഒപ്പൊക്കെ വലിയ വിവാദമായത്. കാരണം ഞാൻ അവിടെ പോയാലും ഡിജിറ്റൽ ഒപ്പിടാം. എന്തെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ചുമതല മറ്റു മന്ത്രിമാർക്ക് കൈമാറാതെയാണ് അദ്ദേഹം പോയത്. അതിന് ഒരുപാട് ന്യായീകരണങ്ങൾ കൊടുത്ത് വലിയ വിവാദമായി മാറുകയും ചെയ്തു. അന്ന് ഈ CMO ഓഫീസിൽ കൃത്യമായി ഇടപെടാൻ കഴിയുന്ന, സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മന്ത്രി എന്ന നിലയിൽ KT ജലീൽ ഒരു അജയ്യനായിരുന്നു. പക്ഷേ ഇത്തവണ 2021 ജയിച്ചെങ്കിലും മന്ത്രിസ്ഥാനം കൊടുത്തില്ല, അധികാരമൊന്നും കിട്ടിയില്ല, വെറും MLA ആയി തുടരേണ്ടി വരുന്നു. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഈ KT ജലീലിനുണ്ട്. അന്നേരമാണ് PV അൻവർ മുഖ്യമന്ത്രിക്കെതിരെ, മലപ്പുറത്തിനെതിരെ ചില പ്രസ്താവനകളുമായി വരുന്നത്. ഉടനെ KT ജലീൽ ചാടി വീണു. അടക്കി വെച്ചിരുന്നതെല്ലാം പുറത്ത് ചാടി. പിന്നീട് ചിന്തിച്ചപ്പോഴാണ് ശരിയല്ലല്ലോ. അല്ല, പിന്നീട് ചിന്തിച്ചതല്ല. ആദ്യം ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്തെങ്കിലും ഈ കാരാട്ട് റസാഖും PV അൻവറിനെ സപ്പോർട്ട് ചെയ്തു. പിന്നീട് കാരാട്ട് റസാഖും പിന്നോട്ട് മാറി, KT ജലീലും പിന്നോട്ട് മാറി. മാത്രമല്ല, ഞാൻ ഇനി കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുമെന്നൊക്കെ പറഞ്ഞു. തുറന്നു പറയുമെന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകരെല്ലാം ചെന്ന് നോക്കുമ്പോൾ പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രിയുടെ കൂടെയാണ്, പിണറായി വിജയനൊപ്പമാണ്, ഞാൻ പിണറായി വിജയനെ വിട്ടൊരു കളിയില്ല എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും ഞെട്ടിപ്പോയി. എന്തുകൊണ്ടാണ് KT ജലീൽ നിലപാടെടുത്തതെന്ന്. നമുക്കറിയാം, UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട ഒരു സ്വർണ്ണക്കടത്ത് കേസുണ്ട്, സ്വപ്ന സുരേഷൊക്കെ പ്രതിയായ കേസ്. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇൻവോൾവ് ആണ്. അതേ കേസിൽ KT ജലീലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 2 തവണ NIA KT ജലീലിനെ ചോദ്യം ചെയ്തു. പക്ഷേ ഇയാളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എങ്കിൽ പോലും KT ജലീലിനെ കേസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമില്ല. കോടതിയിലാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിളിച്ചൊന്ന് ഭീഷണിപ്പെടുത്തിയ പോലെ എൻ്റെ പൊന്ന് ജലീലെ പണി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ KT ജലീൽ സാഷ്ടാംഗ പ്രണാമം നടത്തും. അപ്പോൾ ആ രീതിയിൽ KT ജലീൽ അവരോടൊപ്പം നിൽക്കുന്നു. ഒപ്പം സിമിയുടെ ആദർശങ്ങൾ കയറ്റിവിടുന്നു. എന്താ പറയുന്നത്? അതായത് ഒരു രാജ്യത്തെ പൗരന്മാർ തെറ്റ് ചെയ്താൽ അവിടുത്തെ മത നിയമങ്ങൾക്കനുസരിച്ച് വേണം അവരെ നന്നാക്കാൻ, തിരുത്താൻ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അപ്പം ഭാരതീയ ശിക്ഷാ സംവിധാനം എന്ന നിലയിൽ നമ്മൾ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോയി കുറ്റവാളികളെ കണ്ട് ശിക്ഷിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ ജലീൽ പറയുന്നു, അങ്ങനെയൊന്നും വേണ്ട, നമ്മളുടെ വിശ്വാസം മത നേതാക്കളാണ്, മതം നേതാക്കൾ പുറപ്പെടുവിക്കുന്ന ഫത്വയാണ്, അതിനനുസരിച്ച് മാത്രമേ നമ്മൾ ഇനി മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ തീരുമാനത്തിനനുസരിച്ച് വേണം കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ മുന്നോട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ സിമി എന്ന് പറയുന്ന നിരോധിത സംഘടനയുടെ ആശയങ്ങൾ വീണ്ടും KT ജലീൽ പുറത്തേക്ക് വിടുന്നതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടെയുണ്ട്. ഈ പ്രീത പറഞ്ഞ പോലെ സിമിയുടെ ആശയങ്ങൾ ഉള്ളിൽ വെച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ പല രാഷ്ട്രീയ സംഘടനകളിൽ, സംഘടനകളിൽ, സാമുദായിക സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണ്. ഒപ്പം പോപ്പുലർ ഫ്രണ്ട് പോലെ നിരോധിത സംഘടനയിൽ പ്രവർത്തിച്ച അണികൾ, ഇവരൊക്കെ പല രാഷ്ട്രീയ പാർട്ടികളിലും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇവരെയെല്ലാം ഒന്നിപ്പിക്കാനുള്ളൊരു തന്ത്രം കൂടിയാണ്. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, ഇപ്പോഴും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്, തീവ്രവാദ സ്വഭാവമുള്ളവർ. അവർ പറയുന്നു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇസ്ലാമിലൂടെ. ഈ മുദ്രാവാക്യം മുന്നോട്ട് വെച്ച സിമിയുടെ ആശയവുമായി KT ജലീൽ തന്നെ വീണ്ടും വരുന്നു. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, MLA ആണ്. അത് മറന്നു വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത്. വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ജനപ്രതിനിധി എന്ന സ്ഥാനം തന്നെ നഷ്ടപ്പെടാൻ ഒരുക്കുന്ന, അല്ലെ അത് കഴിയും വിധത്തിലുള്ള ഒരു ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇനി ഇത് ആരൊക്കെ ഏറ്റെടുക്കും, സിമിയുടെ നിലപാടാണ് ഈ KT ജലീൽ മുന്നോട്ട് വെക്കുന്നതെന്നൊക്കെയുള്ള CPM നേതൃത്വത്തിനെ അറിയിച്ചാൽ അവരെന്ത് നിലപാടെടുക്കും എന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരുന്നതാണ്.